ಒಂದು ಈಗ ಬಂದಿದ್ದು ನೋಡು ಹಂಗೆ ಒಂದು ಸಪೋರ್ಟ್ ಮಾಡು ಮಾಡು അതിൻ്റെ ആ ഒരു ബാക്ക് ഭാഗത്ത് ക്യാബിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു അങ്ങനെ തന്നെയാണ്. അതായത് ആ ജാമ്യമുണ്ടായിരുന്ന പ്രദേശത്തിന് തൊട്ടുപുറകു വശത്തേക്കാണ് ഈ വാഹനം പതിച്ചിട്ടുള്ളത്. ആ മേഖലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായും അത് വലിച്ചു കയറ്റുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ സംശയം പ്രകടിപ്പിച്ചല്ലോ ആ മണ്ണിൽ തട്ടി നിൽക്കുമോ അതിൻ്റെ ക്യാബിൻ പാർട്ട് എന്നുള്ളത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് മറ്റൊരു ട്രെയിൻ കൂടി എത്തിച്ച് അതിൻ്റെ ബൂം ലെങ്ത് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ രീതിയിലേക്ക് റോപ്പ് ഘടിപ്പിച്ച് അത് ഉയർത്തി ഇതിന് ശേഷമാണ് രണ്ട് ട്രെയിനുകളും ഒരേ സമയം അതിനെ മുകൾ തട്ടിലേക്ക് വലിച്ചു മാറ്റിയിട്ടുള്ളത്. മറ്റൊന്ന് നേരത്തെ നമ്മൾ സംശയം പ്രകടിപ്പിച്ചിരുന്ന വീലുകൾ കറങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. അത് പൂർണ്ണമായും ടെക്നീഷ്യൻസ് പരിഹരിച്ചു എന്നുള്ളത് കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഫ്രണ്ട് വീല് മാത്രമായിരുന്നു കറങ്ങുന്നുണ്ടായിരുന്നത്. പിന്നീട് അതിൻ്റെ പുറകുവശത്തേക്കുള്ള എല്ലാ വീലുകളും ശരിയാക്കുന്നതിന് ശേഷമാണ് ഇപ്പോൾ വാഹനം ഏറെക്കുറെ ആ ഒരു മുകൾ ഭാഗത്തേക്ക് ഇത് നിർത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്ന് ഉരുക്കുവടം ഉപയോഗിച്ച് ടൈറ്റൻ ചെയ്ത് നിർത്തി അതിനുശേഷം രണ്ടാമതൊരു ട്രെയിൻ കൂടി എത്തിച്ചതിന് ശേഷം അതിൻ്റെ ഏറ്റവും ചെറിയ ലെങ്ത്തിലുള്ള റോപ്പ് ഉപയോഗിച്ച് അതിനെ ഹുക്ക് ഉപയോഗിച്ച് വാഹനത്തിന് പുറത്തി അവിടെ വെച്ച് ബൂം ലെങ്ത് ഉപയോഗിച്ചുകൊണ്ട് ആ വാഹനത്തെ പൊക്കിയതിന് ശേഷമാണ് പുറത്തേക്ക് വലിച്ച് കൊണ്ടുവന്നത്. അങ്ങനെ വലിച്ച് മുകൾ തട്ടിലേക്ക് എത്തിച്ചു. ആ മണ്ണ് കൂന എന്ന് പറയുന്ന മൺകൂന എന്ന് പറയുന്ന പൂർണ്ണമായും വെട്ടിപ്പൊളിച്ച് അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ള പരിശോധനകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ആ പരിശോധനകളിലേക്ക് അല്പസമയത്തിനകം തന്നെ കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം SDRF സംഘങ്ങൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തി. ഫയർഫോഴ്സ് സംഘം നിലവിൽ തന്നെ ഇവിടെയുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.